ഹലോ അസ്സാമലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? 2-ാം തീയതിക്കത്തേന് കേട്ടോ. അപ്പോൾ 2-ാം തീയതി നമ്മൾ ആങ്ങളുടെ കല്യാണമായിരുന്നു. എളാപ്പാൻ്റെ മോൻ്റെ കല്യാണം കേട്ടോ. അപ്പോൾ നമ്മളെ സ്വന്തം വീട്ടിൽ കല്യാണത്തിന് പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ വീഡിയോയിലുള്ളത്. അപ്പോൾ ഫുള്ളായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നമ്മളെ ഫുഡിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. കുറച്ച് വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. അതും മറ്റുള്ളവരൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ നമുക്ക് വിട്ടുതന്നിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഫോണിൽ സ്പേസ് ഇല്ലാത്ത കാരണം വീഡിയോ ഒന്നും ശരിക്കും പോലെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് പോയത്. രാവിലെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വീഡിയോ ഒന്നും അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ചോറുന്നല കഴിഞ്ഞതിന് ശേഷം പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല പാട്ടും പരിപാടി ഇതൊക്കെ ആയിരുന്നു. കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞ എല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും പൊടികൾ തേക്കലും അതുപോലെ കേക്ക് മുറിക്കലൊക്കെ ആയിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ പരിപാടികളൊക്കെ. വലിയ സംഭാവനകൾ അത് കത്തി കുടിക്കുവാൻ നെങ്കുന്ന പെണ്ണല്ലേ, പലരമ്പ് കൊടുത്തു കൊഴുക്കുന്ന കണ്ണല്ലേ, മധുരത്തിൽ കനിയേണ്ടി കുടിക്കുന്ന കണ്ണീർ കടലിൽ വർണ്ണമറിവ് കരവും കൊണ്ടിരിക്കുന്നു. മോളെ തേനെ മോളെ തേനെ നീ കാത്തിരുന്ന രാവ് വന്ന് പുതുവാരൻ വിഷുവിന്റെ പൂമാല ചൂടിയ പെണ്ണ് പുതുവാരൻ വിഷുവിന്റെ പൂമാല ചൂടിയ പെണ്ണ് നെഞ്ചത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. ഒളിക്കത്തി മറിയുന്ന മാലകളും അലിക്കത്തും അരിക്കൂറിയും മിന്നുന്ന താലിയുമായി നമ്പർ 7 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നല്ല പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. പിന്നെ അതൊക്കെ ഗാനമേള ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 10 മണിയാകുമ്പോൾ അവൾക്ക് പുതിയണ്ണിനുള്ള ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാൻ പോയിട്ടാണ്. പുതിയണ്ണിൻ്റെ വീട് ഒരു 5-8 വീട് അപ്പുറമാണ്. അപ്പോൾ ഇവിടുന്ന് ഒന്ന് നടക്കാനുള്ള ദൂരം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഡ്രസ്സ് കൊണ്ടുപോയി കൊടുക്കാനൊക്കെ പോയി. വരുന്ന ഇതിൽ ഞങ്ങൾ പുതിയണ്ണിനെ സർപ്രൈസായിട്ട് വീട്ടിലേക്ക് കൊടുന്നിട്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ അവളെ നിർത്തിയിട്ടുള്ള കളിയും ഒപ്പനയും ഇതൊക്കെ ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. സ്റ്റേജിലിരുന്നിട്ട് നല്ല പാട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എടുത്തായ കാരനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ തലേന്ന് വീട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കല്യാണം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പുതിയണ്ണിനായിട്ട് നല്ല കളിയും പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു 11 മണിയാകുമ്പോഴാണ് പുതിയണ്ണിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അവളെ കൊണ്ടുപോയത് കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ ചോറുന്നൽ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ പരിപാടിക്കൊക്കെ നിന്നത്. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ 1-1:30-2 മണി വരെയും പാട്ടും പരിപാടിയും കളിയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ പിന്നെ വീട്ടിലേക്ക് പോയി അവിടെ കിടന്നത്. അങ്ങനെ രാവിലെ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല. അപ്പം രാവിലെ നീച്ചിട്ട് നമ്മൾ എളാപ്പാൻ്റെ വീട്ടിലേക്ക് വന്നുങ്ങാണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഒരു വീട് അപ്പുറം തന്നെയാണ്.
അപ്പോൾ പൊറാട്ടയും പാർട്സൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ ചായയൊക്കെ കുടിച്ച് പിന്നെ പെട്ടെന്ന് കല്യാണത്തിന് പോകാനുള്ള തിരക്കിൽ ഒരുങ്ങലും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അതാ അവിടെ എത്തിയതിന് ശേഷം അതാ ഓരോരുത്തർക്ക് ഒരുക്കാട്ട് ഇവിടെ റൂമിൽ നിന്ന് തന്നെ. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ ഇങ്ങനെ എടുത്തതാണ്. എല്ലാവരും ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 5-8 ആൾക്ക് ഇതുപോലത്തെ ഒരേപോലത്തെ ഡ്രസ്സ് ചെയ്യുന്നിട്ടാ. മോളുവിൻ്റെ പ്രായമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ സ്റ്റേജിൽ പുതിയാപ്പളിൻ്റെ കൂടെ എല്ലാവരും ഫോട്ടോകളൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞേക്ക് തന്നെ ചോറുന്നാനൊക്കെ പോയി. അപ്പോൾ അതൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിപൊളി ഫുഡുകളൊക്കെ ആയിരുന്നു. ബിരിയാണി, മന്തി, പിന്നെ അതുപോലെ പൊരികൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെക്കൻ്റെ കല്യാണമാണല്ലോ, എൻ്റെ ഇളാപ്പൻ്റെ മോൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പുതിയണ്ണിൻ്റെ കല്യാണം അപ്പുറത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ്. അപ്പോൾ ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞതില്ല കേട്ടോ, അത്രയും അടുത്താണ്. അപ്പോൾ അവിടേക്ക് തേടി പോകലും എല്ലാവരും കൂടി ഇവിടെ നിന്ന് നടക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഓഡിറ്റോറിയം എടുത്തെടുത്തായി, അതുപോലെ വീട് തമ്മിലും എടുത്തെടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കല്യാണം നല്ല ആരവാരത്തിൽ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ എവിടെ ഉണ്ടായിട്ടുണ്ടാവില്ല, അങ്ങനെയായിരുന്നു. തേടി ചെന്നിട്ട് പെണ്ണിൻ്റെ അവിടെ ചെന്നപ്പോഴും നല്ല അടിപൊളി ഫുഡായിരുന്നു. ചിക്കൻ ഗ്രേവി ഉണ്ടായിരുന്നു, അതുപോലെ പൊറോട്ട, കുബൂസ്, ഒക്കെ അടിപൊളി കോഫി, അതൊക്കെ ആയിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കണ്ടന്നെ നടന്ന് പോകുന്നതാണ്. അപ്പോൾ പെണ്ണിനെ കൊണ്ടുവരാനുള്ള ആരവാരാണ് ഇതൊക്കെ.
അങ്ങനെ നല്ല പാട്ടും പരിപാടിയൊക്കെ ആയിരുന്നു. കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് എളാപ്പാനി എളിയമാനൊക്കെ സ്റ്റേജിക്ക് വിളിച്ചിട്ടാണ്. എളിയമാൻ്റെ കൈയൊക്കെ പിടിച്ചിങ്ങാണ്ട് കേക്കൊക്കെ മുറിച്ചിട്ട് അണ്ണും കൊണ്ടൊക്കെ കൊടുക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ഒരു കേക്ക് മുറിച്ചിട്ടുണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ അന്നും അതുപോലെ നിക്കാഹിൻ്റെ അന്നും കേട്ടോ. നിക്കാഹ് 28-ാം തീയതി ആയിരുന്നു. അപ്പം അന്നും നല്ല പരിപാടി തന്നെയായിരുന്നു. പിന്നെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പെണ്ണിൻ്റെ കൂടെ വന്നവർക്കൊക്കെ ചായ കുടിക്കാൻ കൊണ്ടുപോയത്. അപ്പോൾ ഇവിടെ പൊറാട്ടയും അതുപോലെ പത്തിരി, ഗ്രേവി, കുബൂസ് അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാട്ടും ഫാമിലികളൊക്കെ കൂട്ടി ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. അപ്പോൾ എല്ലാവരും വണ്ടിയിലാണ് പോകുന്നത്. ചെക്കനും പുതിയണ്ണും ബൈക്കുമിലാണ് പോകുന്നത്. അപ്പോൾ ഫോട്ടോ മാത്രം ഒന്ന് ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ വീടെത്തുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് എല്ലാവരും വണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ ആദ്യം പ്ലാൻ ചെയ്ത് നിന്നിട്ട് അതുപോലെ അറവനമുട്ടും പൂത്തിരിയും ലൈറ്റും ഇതൊക്കെ കൂടായിട്ട് കത്തിച്ചിട്ട് അടിപൊളിയായിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നിട്ട് കാണാൻ. അങ്ങനെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നല്ല പാട്ടും പരിപാടിയും ദഫൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ വന്നതിന് ശേഷം അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരൊക്കെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞാനും എൻ്റെ മോളും കൂടി അവിടെ നിന്നൊരു ഫോട്ടോ. അതുപോലെ എൻ്റെ അനിയത്തി 2 മക്കളാണിത്. എല്ലാവരും ഒന്നും അങ്ങനെ നിന്നിട്ടില്ല. ഞാനും എൻ്റെ അടുത്തിയും എൻ്റെ 2 അനിയത്തിയോടുമാണിത്. അങ്ങനെ അതൊക്കെ ഇതിൽ പെടുത്തിയത് പിന്നെ നമ്മളെ ഫോണിൽ നിന്ന് ഫോട്ടോ ഒക്കെ പോയാലോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കോപ്പിറൈറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിൽ ഡിലീറ്റ് ആക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോട്ടോ ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ വെച്ചിട്ട്. നമുക്ക് മക്കളൊക്കെ വലിപ്പം വെച്ചാലും പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നല്ലൊരു രസമാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഫോട്ടോ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ആൾക്കാരെ വീഡിയോ ഫോട്ടോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും ഇഷ്ടമായി വിചാരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.